ഞാനും ആ നിമിഷം മുതൽ ഒരു പെൺകുട്ടിയാവുകയായിരുന്നു. എൻ്റെ ആകാശങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരു മാലാഖ. ഹായ് മമ്മ, എന്നെ കാണുന്നില്ലേ? എന്നെ ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഒരു മാലാഖയുടെ ഓർമ്മകളാണിത് മമ്മ. ഇനി തൂവെള്ള നിറമുള്ള എപ്പോഴും തിളങ്ങുന്ന ഒന്നിനും മാറ്റാനാവാത്ത ചുവന്ന തുടുത്ത മാലാഖമാരെ കാണിക്കാം. ആ കുഞ്ഞു മാലാഖയെ സൂം ചെയ്യാം. ഓർക്കുന്നില്ലേ വെളുപ്പിന്റെ കിന്നര തലപ്പാവിൽ ഉടലാകെ മിന്നുന്ന മാലാഖെ? ഐ വാസ് എൻ ഏഞ്ചൽ ഇൻ ദോസ് ഡേയ്സ്. മാലാഖമാർ വളർന്നുട കഥ കേൾക്കുന്ന കാതുകൾ, അവ മാത്രമാണ് വളരുക. കഥകൾ കാലു നോക്കി കൂടെ നടക്കുന്ന പപ്പിക്കുട്ടികളാണ്. ക്ലാസ്സുകളിൽ നിന്ന് ക്ലാസ്സുകളിലേക്കുള്ള പടികളിൽ എവിടെയോ ആണ് വളർന്നുകൂടാത്ത മാലാഖ. ഒരു ച്യൂയിങ്കം റാപ്പറിൽ എന്ന പോലെ അത് ഒട്ടിയിരിക്കുന്നു. ആ മാലാഖ എന്ന എൻ്റെ ഡ്രീം കൂടെ പോരുന്നു മമ്മ. കുറേ വർഷം ഞാനായിരുന്നു സ്കൂളിൽ ഫാൻസി ഡ്രസ് വിന്നർ, കലോത്സവ മാലാഖ. ഈ ഞാൻ ലേ മോം, ഓർക്കുന്നില്ലേ? നിറയെ നക്ഷത്രങ്ങളുള്ള ആകാശത്തെത്തിയ ഒരു മാലാഖയായിരുന്നു ഞാൻ ആ ദിവസം നിങ്ങൾക്ക് മുന്നിൽ. കഴിഞ്ഞ 3 വർഷത്തെയും വിന്നർ മാലാഖ. ഇങ്ങനെ ഒരിക്കൽ നിറഞ്ഞ കൈഡികൾക്ക് നടുവിൽ നിൽക്കുമ്പോഴാണ് ഞാനത് തിരിച്ചറിഞ്ഞത്. ഒരു പ്യൂപ്പയിൽ നിന്ന് ശലഭത്തിലേക്ക് ചിറകുകൾ മുളച്ച ആ നിമിഷം എനിക്ക് ആകാശവും നക്ഷത്രങ്ങളും നഷ്ടമായെന്ന്. മമ്മ, പൂമ്പാറ്റകൾക്ക് എത്ര വയസ്സായെന്നോ അവയിൽ ആണേതെന്നോ പെണ്ണേതെന്നോ ആരും നോക്കാറില്ലല്ലോ. അവരാണായാലും പെണ്ണായാലും എവിടേക്ക് പറക്കുന്നതിനും ഒരു തടസ്സവുമില്ല. ഒരു പെൺകുട്ടി വളരുമ്പോൾ മാത്രം ഇത്ര അധികം റെസ്ട്രിക്ഷൻ എന്തിനാണ് മമ്മ? ഹായ് മമ്മ, ഹായ്. ജനാലയ്ക്ക് പുറത്തെ ഉച്ചവെയിലിൽ പിടിച്ചു വെക്കാമെന്നിത്തിരി. ഉച്ചവെയിലിനെ വിശ്വസിക്കാം മമ്മ. മോർണിംഗ് ആൻഡ് ഈവനിങ് ചതിയന്മാരാണ്. അന്ന് മമ്മ പറഞ്ഞ ചിലരെ പോലെ കാൻ ട്രസ്റ്റ് ദം. ആ നീണ്ട നിഴല് പോലെ സ്വപ്നങ്ങളെ അകറ്റിക്കളയും. മമ്മ, ഉച്ചയ്ക്കത്തെ വെയിൽ കണ്ടിട്ടുണ്ടോ? നമുക്കൊപ്പം ചേരുന്ന നമ്മുടെ നിഴൽ. എല്ലാ ഉച്ചയ്ക്കും സ്കൂളിൽ നിന്ന് മടങ്ങുമ്പോൾ നിഴലും ഞാനും ഒരുമിച്ചായിരുന്നു. ഇന്നെൻ്റെ പിറന്നാളാണ്. ഇനി ഒരിക്കലും പ്രായം കൂടാത്ത ഈ മാലാഖയുടെ 16ാമത്തെ പിറന്നാൾ. യെസ്, ഏഞ്ചൽസ് ഹാവ് നോ ഏജ്, ബട്ട് ടീനേജ് ഓൾവേസ്. എല്ലാവരും എപ്പോഴും വളരട്ടെ. മമ്മയെ പോലെ തല നരയ്ക്കാനും
പപ്പയെ പോലെ ആ നാറുന്ന ഡൈയുടെ കറുപ്പും. എനിക്കെപ്പോഴും 16 മതി മമ്മ. ഇനി എൻ്റെ കൂട്ടുകാരെ കാണിക്കാം. ഉറക്കം വരാത്ത രാത്രികളിൽ ഏറെ വൈകിയും ഇവരായിരുന്നു എൻ്റെ കൂട്ടുകാർ. ഒരിക്കലും കൊഴിയാത്ത 16 ചിറകുകളെ പറ്റി ഞാൻ വായിച്ചത് ഈ പുസ്തകത്തിൽ നിന്നാണ് മമ്മ. ആകാശം എങ്ങനെയാണ് ഒരു മാലാഖയെ നിത്യതയിലേക്ക് ചിറകു വിരിക്കാൻ പഠിപ്പിക്കുന്നതെന്ന് മമ്മയും ഒരിക്കൽ ഈ പുസ്തകത്തിൽ വായിക്കും. ഇതൊന്നും ചിത്രങ്ങളല്ല, മാപ്പുകളാണിവ എന്നും 16 മാത്രമുള്ളവരുടെ രാജ്യത്തിന്റെ ഭൂപടം. ദാ ഇത് നോക്ക് മമ്മ. കഴിഞ്ഞ കൊല്ലം ഇതേ നേരത്ത് എക്സാക്ട്ലി എൻ്റെ 15th പിറന്നാളിന് പിറ്റേന്നാണ് 1516 എന്ന ഈ നെറ്റ്വർക്കിൽ ഞാൻ എത്തുന്നത്. 17 ആയെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് അങ്ങ് പോവാനൊന്നും എനിക്കാവില്ല മമ്മ. I wanna be 16 always. ഇനിയാണ് യാത്ര മമ്മ. 3 നിലകൾ കയറാൻ ഓരോ നിലയിലും 16 പടി വീതം. ഓരോ പടിയും കയറാൻ 16 സെക്കൻഡ്സ്. ഉയരങ്ങളോ താഴ്ചയോ വീഴ്ചയോ ഒന്നും നമ്മളെ പേടിപ്പിക്കാത്ത ഒരിടമുണ്ട്. കാട് പോലെ പേടിപ്പിക്കുന്ന കെട്ടിടങ്ങൾ നമ്മളെ ചങ്ങാതിമാരെ പോലെ കയ്യാട്ടി വിളിക്കും. മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ മമ്മയ്ക്കും അത് മനസ്സിലാവും. ഈ നിൽപ്പിൽ, ഈ മൊമെന്റിൽ ഞാൻ എല്ലാം കാണുന്നു മമ്മ. ആകാശത്തിലൂടെ എൻ്റെ യാത്രയിൽ എൻ്റേതാകുന്ന ഒരു ലോകം, ഒരു പച്ചപ്പിൻ്റെ താഴ്വര. ഒരു മിനിറ്റ്, ഒട്ടും ഭാരമില്ലാതെ ഈ വായുവിലൂടെ ഒഴുകിപ്പോവും ഞാൻ, ഒരു തൂവൽ പോലെ. ദാറ്റ്സ് ഓൾ. പിറവിക്കും പറന്നു പോവലിനുമിടയിലെ 2 തീയതികൾക്കിടയിൽ നിത്യവും 16 വയസ്സ് മാത്രമുള്ള നിന്നെ ഇപ്പോൾ എനിക്ക് തിരിച്ചറിയാനാവുന്നുണ്ട്. നീ ഒറ്റയ്ക്കാവില്ല. ആരാരും തിരിച്ചറിയപ്പെടാതെ ലോകത്തെ കബളിപ്പിച്ച് മാലാഖമാരായി മാറിയ പെൺകുട്ടികളുള്ള ഒരു ലോകം നിനക്ക് കൂടെയുണ്ടാകും. ഒരിക്കലും നനയാനിടവരാത്ത കണ്ണുകളുള്ള മാലാഖമാരാണ് നിങ്ങൾ. ദൈവം ഭൂമിയിലേക്ക് വിതറിയ സ്വപ്നത്തിൻ്റെ കുഞ്ഞു തൂവലുകൾ.